സ്നേക്ക് പ്ലാന്റിൻ്റെ ചെടിയിൽ നിന്നും അതിൻ്റെ തൈകൾ നമ്മളെങ്ങനെയാണ് അടർത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തൈകൾ 1, 2, 3 തൈകൾ നിലവിൽ നമുക്കിതിനകത്ത് കാണാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ചെടിച്ചട്ടിയിൽ നിന്ന് അടർത്തിയെടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് നിലവിൽ കാണുന്ന കണക്കായിരിക്കില്ല, ചിലപ്പം തൈകൾ കൂടുതൽ കാണാം. അത് കണക്ക് എൻ്റെ വേരുകൾ കറക്റ്റായിട്ട് ഒടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ കഴുകണം. ഞാനതിന് ചെടിയൊന്ന് കഴുകാനായിട്ട് എടുക്കുകയാണ്. ഞാൻ ഈ പാത്രത്തിലിട്ട് അതിൻ്റെ മണ്ണ് നല്ലപോലെ കളയുകയാണ്. ഇപ്പം നമുക്ക് വേര് നല്ലപോലെ കാണാൻ പറ്റും, അതിനകത്ത് ചെടികൾ നല്ലപോലെ കാണാൻ പറ്റും. അപ്പോൾ ഞാനതിനകത്ത് വലിയ ചെടിയായിട്ട് നിൽക്കുന്നതിൽ നിന്ന് ആദ്യം അടർത്തിയെടുക്കുകയാണ്. എല്ലാം ക്ലീൻ ചെയ്ത് അടർത്തിയെടുത്തു. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ള വലിയ തൈ ആദ്യം നമ്മൾ അടർത്തി മാറ്റി. ഇതിനകത്ത് കുറച്ച് കൊച്ചു തൈകളും കൊണ്ട് മുളച്ച് വരുന്നുണ്ടായിരുന്നു. അത് നിലവിൽ വെളിയിൽ നിന്ന് കാണാൻ പറ്റില്ലായിരുന്നു. നമ്മളതിൻ്റെ വേരിൽ നിന്ന് മണ്ണ് നല്ലപോലെ കളഞ്ഞ സമയത്ത് നമുക്ക് തൈകൾ കൂടുതൽ കാണുന്നു. അപ്പോൾ ആദ്യം വെളിയിൽ നിന്ന് 3 എണ്ണമാണ് കണ്ടെങ്കിൽ എനിക്കൊന്ന് 5-ൽ കൂടുതൽ തൈകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് അടർത്തിയടിക്കുകയാണ്. ഇനി അത് നല്ലപോലെ വൃത്തിയാക്കുന്നു. ഇനി നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ കാണിക്കാം. ഓരോന്നായിട്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ 7 തൈകളാണ് ഇപ്പം ഇതിനകത്തുള്ളത്. ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള ചട്ടികൾ ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ചട്ടിയിലേക്കും നമുക്ക് ആവശ്യത്തിന് മണ്ണ് നിറയ്ക്കാം. ഒരു ചട്ടി എടുത്തു, ആവശ്യത്തിന് മണ്ണ് നിറയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓരോ ചട്ടികളിലും നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. നിലവിൽ 6 ചട്ടിയുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ചെടി വയ്ക്കുകയാണ്. ഞാനതിനകത്ത് ചെടി വയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡുകളിൽ മണ്ണ് നല്ലപോലെ അമർത്തി കൊടുക്കാറുണ്ട്. വേര് നല്ലപോലെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ അമർത്തി കൊടുത്തു. രണ്ടാമത്തെ ചെടി എടുത്തു, അതിൻ്റെ മണ്ണ് കുറച്ച് മാറ്റി അതിനകത്തോട്ട് വെച്ചു, നല്ലപോലെ അമർത്തി കൊടുക്കുകയാണ്. ഞാൻ ഈ രീതിയിലാണ് സാധാരണ ചെടികൾ നടുന്നത്. അപ്പോൾ അത് നല്ലപോലെ വെച്ചു. അങ്ങനെ നമ്മൾ അടുത്ത ചെടി എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുത്തപ്പോൾ ഒത്തിരി ചെറിയ തൈകളും ഉണ്ടായിരുന്നു. നമ്മൾ കാണാൻ കുറച്ച് കൊച്ചു തൈകളകത്തുണ്ടായിരുന്നു. അതുമെല്ലാം ഞാൻ കറക്റ്റായിട്ട് നട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ എല്ലാ ചെടികളും നിലവിൽ 7 തൈകളുണ്ടായിരുന്നു. അതിൽ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ തൈകളും നട്ടു. ഇനി അതിനകത്തുള്ളത് ആദ്യം ഉണ്ടായിരുന്ന വലിയ തൈയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വലിയൊരു ചട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ചെടി ഈ വലിയ ചെടിച്ചട്ടിയിൽ നടുകയാണ്. ഇനി നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ചെടിച്ചട്ടിക്കകത്ത് അതിന് മണ്ണെല്ലാം കളഞ്ഞല്ലോ. അതിൻ്റെ മണ്ണ് ആവശ്യത്തിന് നിറച്ചു. നിലവിൽ എല്ലാ ചെടിയിലും കറക്റ്റിന് മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇതിപ്പം 7 ചെടിയുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിന് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുകയാണ്. അത് കറക്റ്റായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം നനയ്ക്കണം. നനച്ച് കുറച്ച് ദിവസം നമ്മൾ സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലങ്ങളാണിത്